2024 ഏറ്റവുമധികം വിമർശനം നേരിട്ട സിനിമകളിലൊന്നായിരുന്നു കങ്കുവ. സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. 2.5 വർഷത്തെ ഷൂട്ടും 200 കോടി ബജറ്റുമായി എത്തിയ ചിത്രം തമിഴിലെ ഏറ്റവും വലിയ പരാജയമായി മാറി. ചിത്രത്തിൻ്റെ മോശം റിവ്യൂസിനെതിരെ നടിയും സൂര്യയുടെ പങ്കാളിയുമായ ജ്യോതിക രംഗത്ത് വന്നിരുന്നു. കങ്കുവയെ തകർക്കാൻ ഗൂഢാലോചന നടന്നെന്നും ഭാര്യയായല്ല സിനിമാപ്രേമിയായാണ് തൻ്റെ പ്രതികരണമെന്നും ജ്യോതിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുകയാണ് ജ്യോതിക. ആ സിനിമയുടെ റിവ്യൂസ് എല്ലാം വളരെ ഹാർഷായിരുന്നുവെന്നും കങ്കുവയ്ക്ക് വേണ്ടി തൻ്റെ ഭർത്താവ് ഒരുപാട് എഫേർട്ട് എടുത്തു വരുന്നുവെന്നും ജ്യോതിക പറയുന്നു. എന്നാൽ മോശം റിവ്യൂസിനേക്കാളും തന്നെ വേദനിപ്പിച്ചത് വളരെ ഹാർഷായിട്ടുള്ള റിവ്യൂകളായിരുന്നുവെന്നും മാധ്യമങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കാതിരുന്നതും തന്നെ നിരാശപ്പെടുത്തിയെന്നും ജ്യോതിക കൂട്ടിച്ചേർത്തു. പൂജ തൽവാറുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജ്യോതിക. എൻ്റെ ഭർത്താവിൻ്റെ സിനിമ എന്ന രീതിയിലേക്ക് വരുമ്പോൾ റിവ്യൂസ് എല്ലാം വളരെ ഹാർഷായിട്ടുള്ള രീതിയിലായിരുന്നു. സിനിമയിലെ ചില സീനുകൾ മോശമായിരിക്കും, പക്ഷേ മൊത്തത്തിൽ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മോശം റിവ്യൂവിനേക്കാളും എന്നെ വേദനിപ്പിച്ചത് വളരെ ഹാർഷായിട്ടുള്ള റിവ്യൂകളാണ്. മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ അതിനെ ശ്രദ്ധിക്കാത്തതും എന്നെ നിരാശപ്പെടുത്തി എന്നാണ് ജ്യോതിക പറഞ്ഞത്. അതേസമയം കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന റെട്രോ എന്ന ചിത്രമാണ് സൂര്യയുടെ അടുത്ത പ്രോജക്റ്റ്. ആക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തികച്ചും വ്യത്യസ്തമായ വേഷത്തിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. സൂര്യ 45 എന്ന പ്രോജക്റ്റും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.